ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ കുറച്ച് പണികളുണ്ട് പുറത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇന്ന് മക്കൾക്കൊക്കെ മുടക്കായതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും സൺഡേ അല്ലേ, അപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈഡ് റൈസും ഒരു ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പം മക്കൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, പുലാവ് അങ്ങനെയുള്ള ഭക്ഷണത്തോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാവൂലേ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ നാടൻ ഭക്ഷണം, ചോറും അതുപോലെ തന്നെ മീൻകറി അങ്ങനെയുള്ള ഭക്ഷണത്തോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം സ്പെഷ്യലായിട്ട് ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടും എല്ലാം പുറത്തെ പണികൾ കഴിഞ്ഞിട്ട് വേണം പിന്നെ ചിക്കൻ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ അതേ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് മസാല പരട്ടി വെക്കാൻ പോകണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ നിറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, 1 സ്പൂൺ നിറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 1 സ്പൂൺ നിറച്ച് സോയ സോസും, പിന്നെ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും. അപ്പം നമ്മൾ സോയ സോസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇടുന്നു. അപ്പോൾ അതേ ചിക്കൻ ഇതുപോലെ ഒന്ന് കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുറച്ച് നേരം ഒരു 10-20-25 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, പിന്നെ ഒരു ചെറിയ കഷ്ണം സെലറി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നിർബന്ധമൊന്നുമില്ല, ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ സ്പ്രിംഗ് ഓണിയനും എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കണം. അപ്പം ഇതെല്ലാം ഒന്ന് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായതിന് ശേഷം നമ്മളിത് കുറച്ചായിട്ട് ചിക്കൻ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ടാണ് നന്നായിട്ട് ഇത് മൊരിയിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ കൂടുതലിട്ടാൽ ആകെ കട്ട പിടിച്ച് പിന്നെ നമ്മൾ വിട്ട് പോരാണ്ടാവും. കുറച്ചായിട്ട് നമ്മൾ വിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സോസുകളൊക്കെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ എടുത്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാനാവും. അപ്പോൾ ഇത് സോസൊക്കെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കണേ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് ചില്ലി സോസ്, അത്ര തന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ സോയ സോസും ഒരു 1.5 എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ 1 സ്പൂണൊക്കെ ഉണ്ടാവും നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ അതും കൂടി അതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്തുള്ള ഓയിലൊന്ന് മാറ്റി ആ ചട്ടി തന്നെ വെച്ച് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ മണം ചെറുതായിട്ടൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചുള്ള സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാളയൊന്നും വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചുള്ള എല്ലാ വെജിറ്റബിളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ 2-3 കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം സെലറി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്തുള്ളത് കേട്ടോ. അപ്പോൾ വെജിറ്റബിളൊക്കെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള സോസ്, അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതേ സോസൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും, അപ്പോൾ സോയ സോസിൽ ഉപ്പുണ്ടാവും നന്നായിട്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും, 1/2 ഗ്ലാസ് ഒരു 3/4 ഗ്ലാസോളം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ കട്ടായി പോയതാണ്. ഇപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം നമ്മൾ. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വീണ്ടും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഡ്രാഗൺ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നട്ട്സ്, അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഉള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഡ്രാഗൺ ചിക്കനും ഫ്രൈഡ് റൈസും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.